ഹലോ പ്ലസ് വൺ മക്കളെ, അപ്പം നിങ്ങളെല്ലാവരും ബയോളജി എക്സാം അടിച്ചു പൊളിച്ച് എഴുതി എന്നുള്ള കാര്യം എനിക്കറിയാം. പലരും നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷൻ വഴിയും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ വലിയ സന്തോഷം, നിങ്ങളുടെ ബയോളജി എക്സാം അടിപൊളിയായിട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ബയോളജി എക്സാം എങ്ങനെ പോയി എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബയോളജി എക്സാം എങ്ങനെ പോയെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി പറയാം. നെക്സ്റ്റ് നമുക്ക് നേരിടാനുള്ള മക്കളെ ഫിസിക്സ് എക്സാമിനെയാണ്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഫിസിക്സിനെ പേടിക്കേണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാരണം നിങ്ങൾ ഒരു കാരണവശാലും മക്കളെ ഫിസിക്സിനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നമുക്ക് കൂടുതൽ സമയമുണ്ട്. മാത്രമല്ല ഫിസിക്സ് നമുക്ക് അടിച്ചു പൊളിച്ച് പഠിച്ച് സൂപ്പറായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഫിസിക്സിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കും എന്നുള്ള സ്റ്റഡി പ്ലാനാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഫിസിക്സിന് നമുക്ക് ഇന്ന്, നാളെ, മറ്റന്നാൾ അങ്ങനെ 3 ദിവസങ്ങളാണ് പഠിക്കാനുള്ളത്. സോ ഒരു കാരണവശാലും നമുക്ക് ഫിസിക്സിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം സമയം ഇഷ്ടം പോലെ ഉണ്ട്. സമയം കുറച്ച് കൂടുതലായതിൻ്റെ പ്രശ്നം മാത്രമേ വന്നാലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ പഠിക്കാൻ പോകുന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം ടേബിൾ ആണത്. ഇന്ന് വൈകുന്നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കൃത്യം 7 മണിക്ക് നമ്മുടെ മാരത്തോൺ ലൈവ്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അതൊക്കെ നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം എടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അത് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാണ് ഇപ്പം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടായ ഒരു 3 ചാപ്റ്റർ, റൊട്ടേഷണൽ മോഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പിന്നെ ഓസിലേഷൻസ്, ഈ 3 ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ആ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് അങ്ങോട്ട് തീർക്കും. അപ്പോൾ ആ തലേന്ന് ഒഴിഞ്ഞു കിട്ടും. കാരണം എത്രത്തോളം ഈ ചാപ്റ്റേഴ്സ് അവസാനത്തേക്ക് നമ്മൾ വെക്കുന്നതോറും അത്രത്തോളം ടെൻഷൻ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ഈ തലവേദന ഒഴിവാക്കാൻ പോവാണ്. ഈ 3 ചാപ്റ്റേഴ്സ് അടിച്ച് പൊളിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരുന്നതായിരിക്കും. എല്ലാ ഡെറിവേഷൻസും എല്ലാ പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്ന് 7 മണിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വരണം. ഇന്ന് നമുക്ക് നമ്മുടെ +1 ചാനലിൻ്റെ ഫിസിക്സിൻ്റെ റെക്കോർഡ് അടിക്കാനുള്ളതാണ്. ലൈവ് വ്യൂവേഴ്സ് റെക്കോർഡ് അടിക്കാനുള്ളതാണ്. സോ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾ കൂട്ടി വരണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ രാവിലെ 10 മണിക്കായിരിക്കും ഗ്രാവിറ്റേഷൻ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി പഠിപ്പിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഇവിടെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. കുറച്ചും കൂടി എന്താണ് വീണ്ടും ഏറ്റവും സിമ്പിൾ ചാപ്റ്റേഴ്സ് അല്ല നമ്മൾ എടുക്കുന്നത്. രാവിലെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി സമയമുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറിയും തെർമൽ പ്രോപ്പർട്ടീസും കുറച്ചുകൂടി ലെങ്തി ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, രാവിലെ എടുത്ത് തീർക്കും. വൈകുന്നേരം 7 മണിക്ക് വീണ്ടും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ സ്ട്രേറ്റ് ലൈൻ ആൻഡ് മോഷൻ പ്ലെയിൻ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ തീർത്ത് കളയും. ഓക്കെ, അത് വൈകുന്നേരം 7 മണിക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത ദിവസം മൺഡേ രാവിലെ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, വേവ്സ് കൃത്യം 10 മണിക്ക്. വൈകുന്നേരം നമ്മുടെ ലാസ്റ്റ് ലൈഫ് ബിഫോർ ദി എക്സാം, ഷുവർ ക്വസ്റ്റ്യൻ ലൈഫ്. 50 ഷുവർ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെ ഒരു സംശയമില്ല നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ടില്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ മക്കളെ, ഈ 50 ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ട് ഫുൾ മാർക്ക് നേടാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ എല്ലാ ലൈവിലും കൃത്യമായിട്ട് പങ്കെടുത്തിട്ട് വേണം. ഓരോ ലൈവിലും ആയിരിക്കും നമ്മൾ കൃത്യമായിട്ട് ഡെറിവേഷൻസും ക്വസ്റ്റ്യൻസും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. ആ ലൈവുകളിലൊക്കെ പങ്കെടുത്തിട്ട് വേണം നിങ്ങൾ 50 ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവ് വരാൻ വേണ്ടിയിട്ട്. അതും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഒരു സംശയമില്ല നമ്മൾ ഫിസിക്സ് പരീക്ഷയിൽ ഫുൾ മാർക്ക് തന്നെ നേടിയെടുക്കും. ഓക്കെ, അപ്പോൾ ഫിസിക്സ് പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ റെഡി ആയവരൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സാർ ഫുൾ മാർക്കിന് റെഡി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് വൈകുന്നേരം 7 മണിക്ക് ക്ലാസ്സിൽ കയറി വരിക. നമ്മൾ കാണുന്നതായിരിക്കും, നമ്മൾ പഠിച്ച് തുടങ്ങുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ് എവരിവൺ. വൈകുന്നേരം 7 മണിക്ക് കാണാം.